ഇത്രയും നമ്മൾ സഹകരിച്ചിട്ട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്നുള്ളത് കോടതിയിൽ പറഞ്ഞു എന്നുള്ളത്. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നതുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ്റെ ഉണ്ട് എന്നതും ഇത്തരത്തിലുള്ള പോലീസ് പറഞ്ഞ കള്ളവും അതേപോലെ മെൻസ് കമ്മീഷന് വേണ്ടിയിട്ടുമുള്ള പ്രതിഷേധമായിട്ടാണ് ഇപ്പം ഈ ഒരു നിരാഹാര സമരം നടത്തുന്നത്. പിന്നെ ആദ്യം പറഞ്ഞത് പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തൊന്നും ഒരു തരത്തിലും അത് ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ ഫുട്ടേജ് കിട്ടില്ലേ, ചേട്ടൻ്റെ വീഡിയോസ് എല്ലാം ഓപ്പൺ ആണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ പ്രചരിപ്പിച്ചിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു അലിഗേഷൻ അത് തന്നെ കംപ്ലീറ്റ്ലി ബേസ്ലെസ് ആയിരുന്നു. പിന്നീടാണ് അത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി അലിഗേഷൻസ് വന്ന് അതൊരു നോൺ ബെയിലബിളും കൂടി ചേർത്തത്. പക്ഷെ അതിന് കോടതി വിധിയോട് എതിർത്തിട്ടല്ല, പക്ഷേ പോലീസ് പറഞ്ഞ ഈ കള്ളവും പിന്നെ മെൻസ് കമ്മീഷനോട് വേണം എന്നുള്ളൊരു ആവശ്യവും അത് മുൻപോട്ട് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആള് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, ഒന്നും കഴിക്കുന്നില്ല. ഇവിടെ നമസ്കാരം. കഴിഞ്ഞ ദിവസം മുതൽ സമൂഹ മാധ്യമങ്ങളിലും മറ്റ് ഇടങ്ങളിലൊക്കെയായിട്ട് സജീവമായി കാണുന്ന ഒരേ ഒരു മുഖമുണ്ട്, അതായത് രാഹുൽ ഈശ്വറിന്റെ ഭാര്യയുടെ മുഖം. ഉള്ളിൽ ഉള്ളത് ഒരു പുലിയാണെങ്കിൽ അതിനേക്കാൾ വലിയ ചുണക്കുട്ടിയാണ് പുറത്തുള്ളത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ഓരോ പ്രതികരണവും നടത്തുന്നത്. സാധാരണഗതിയിൽ തന്റെ വീട്ടിലുള്ള ആരെങ്കിലും ഒരാളെ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ അറസ്റ്റിലൊക്കെ ആകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ വീട്ടുകാർക്ക് ഒരു ഭയം വരുന്നത് പതിവാണ്. ഒരുപക്ഷെ അത്തരത്തിൽ തന്നെ ആയിരിക്കാം ഈ ഒരു വിഷയത്തിൽ ഈ ഒരു അറസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള അഭിപ്രായങ്ങൾ ഉയരുമ്പോഴാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും ഭയക്കാതെ യാതൊരു തരത്തിലും കുലുങ്ങാതെ രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ രംഗത്ത് വരുന്നത്. തന്റെ ഭർത്താവ് ചെയ്തത് ഇത്ര വലിയ തെറ്റാണോ എന്നുള്ള ചോദ്യം തന്നെയാണ് ദീപ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ എന്തിന് അറസ്റ്റ് ചെയ്യുന്നു എന്നത് ചോദിച്ചാൽ അതിന് കൃത്യമായി ഉത്തരം പറയാൻ അവർക്ക് ഇല്ലായിരുന്നു എന്നത് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ ഇവിടെ ഒരു കേസ് അറസ്റ്റ് ഉണ്ടായതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തിനാണ് അറസ്റ്റ് എന്നത് പിന്നീട് തീരുമാനിക്കാം എന്നുള്ള രീതിയിലായിരുന്നു പോലീസിന്റെ നടപടികൾ എന്നതാണ് ദീപ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സമര പോരാട്ടവുമായിട്ട് തുടരുകയാണ് രാഹുൽ ഈശ്വർ. കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് അറസ്റ്റ് ചെയ്ത് പോലീസ് ജയിലിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോൾ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. താൻ നിരാഹാരം ഇരുന്നിട്ടാണെങ്കിലും തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്ന്, അല്ലെങ്കിൽ താൻ ഇത്തരത്തിൽ അറസ്റ്റിലാകപ്പെടേണ്ട അവസ്ഥയിലല്ല എന്നുള്ള കാര്യത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഈശ്വർ. റിമാൻഡിലായ രാഹുൽ ഈശ്വറിന് നൽകിയിട്ടുള്ള ഭക്ഷണം ഒന്നും തന്നെ കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിരുന്നു. രാവിലെ തന്നെ മലയാളി വാർത്തയോട് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ സംസാരിച്ചപ്പോഴും സമാന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അതേസമയത്ത് രാഹുൽ ഈശ്വറിന്റെ ഈ ഒരു അറസ്റ്റ് അത് ചിലയിടങ്ങളിൽ നിന്നുള്ള പ്രേരിതമായുള്ള അറസ്റ്റ് തന്നെയാണോ എന്നുള്ള സംശയവും ഇവരുടെ വീട്ടുകാർ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും റിമാൻഡിലായിട്ടുള്ള രാഹുൽ ഈശ്വർ നിരാഹാര സമരം തുടരുകയാണ് എന്ന് തന്നെയാണ് അവരെ കണ്ടതിന് ശേഷം ഭാര്യ ദീപ മലയാളി വാർത്തയോടക്കം പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ന് രാഹുലിനെ ജയിലിൽ പോയി സന്ദർശിച്ചതിന് ശേഷവും രാഹുലിനെ കണ്ടതിന് ശേഷവും ഒക്കെ അവർ കേസിന്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും എന്നുള്ള കാര്യങ്ങൾ രാവിലെ തന്നെ പ്രതികരിച്ചിരുന്നു. ജയിലിലേക്ക് കൊണ്ടുപോയ സമയം ജ്യൂസും ഭക്ഷണവും ഒക്കെ വാങ്ങിക്കൊടുത്തെങ്കിലും അത് കഴിക്കാൻ കൂട്ടാക്കിയിട്ടില്ല എന്നാണ് ദീപ വ്യക്തമാക്കുന്നത്. നിരാഹാരവുമായിട്ട് മുന്നോട്ട് പോകുകയാണ് അദ്ദേഹം എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമായി കറഞ്ഞു. ശബരിമല വിഷയത്തിലും അങ്ങനെ തന്നെയുള്ളൊരു നിലപാടായതുകൊണ്ട് തന്നെ രാഹുൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്നുള്ളത് ഉറപ്പാണെന്നും രാഹുൽ നിരാഹാര സമരം തുടരാനുള്ള സാധ്യതകളുണ്ട്, അതിൽ ചില ആശങ്കകളുണ്ട് എന്ന് തന്നെയാണ് രാഹുലിന്റെ ഭാര്യ പറയുന്നത്. ജയിലിൽ പോയി ഇന്ന് രാഹുൽ ഈശ്വറിനെ സന്ദർശിച്ച ദീപ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഒരു നോട്ടീസും തരാതെയാണ് പോലീസ് വീട്ടിൽ വന്ന് തങ്ങൾക്കെതിരെ ഇത്തരം ഒരു നടപടി സ്വീകരിച്ചത് എന്ന് തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആവർത്തിച്ചുകൊണ്ട് ദീപ പറയുന്നത്. 7 മണിക്ക് മുൻപ് വരാൻ പറ്റുമെന്ന് കരുതിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയതെന്നും പക്ഷേ നോട്ടീസ് കൈപ്പറ്റിയില്ല എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തെ കോടതിയിലേക്ക് പറഞ്ഞുവിടുകയായിരുന്നു എന്നും ഇതെല്ലാം കള്ളക്കേസാണ് എന്നുമാണ് ദീപയുടെ വാദം. ഏത് വീഡിയോയിലെ ഉള്ളടക്കം കാരണമാണ് ജാമ്യം നിഷേധിച്ചതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ലെന്നും കേസിന്റെ അടുത്ത നീക്കം അഭിഭാഷകനുമായി ചേർന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ദീപ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുമെന്നാണ് തോന്നുന്നത്. രാഹുലിനെ കണ്ട ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്നായിരുന്നു ആദ്യ പ്രതികരണം. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളായിരുന്നു ആദ്യം ചുമത്തിയത്. ജാമ്യമില്ലാ കുറ്റങ്ങൾ രാത്രിയിലാണ് ചേർത്തത്. അറസ്റ്റ് ആദ്യം നടക്കട്ടെ, കുറ്റം പിന്നെ കണ്ടുപിടിക്കാം എന്ന മട്ടിലായിരുന്നു കാര്യങ്ങൾ എന്ന് ദീപ പറയുന്നു. ജാമ്യം നിഷേധിച്ച വിഷമത്തിലാകാം നിരാഹാരം തുടരുന്നതെന്നും ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ രാഹുൽ ഇതുവരെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നും ദീപ പറയുകയാണ്. ഒരു കേസിൽ ഒരു വ്യക്തിയെ എല്ലാവരും കുറ്റം പറയുന്നു, മറ്റു വ്യക്തി പറയുന്നതിലും തെറ്റുള്ള കാര്യം പലരും മറന്നുപോകുന്നെന്നും അവർ ചൂണ്ടിക്കാട്ടി.
എന്തായാലും ഇതെല്ലാം വിളിച്ചു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് തന്റെ ഭർത്താവ് ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നിരിക്കുന്നത് എന്നാണ് ദീപയുടെ നിലപാട്. ഇത് നീതിക്കായുള്ള പ്രതിഷേധമാണ് എന്നും വീഡിയോയിൽ ഉപയോഗിച്ച ഭാഷയുടെ പ്രയോഗമെല്ലാം സബ്ജക്റ്റീവ് ആയിരുന്നു എന്നും ദീപ പറഞ്ഞു. മോശപ്പെട്ട വാക്ക് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ആ വാക്ക് ഏതാണ് എന്നത് എടുത്തു പറയാൻ പ്രോസിക്യൂഷന് പോലും സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന പ്രധാനപ്പെട്ട ചോദ്യവും ദീപ ഉന്നയിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ ലൈംഗിക ചുവയുള്ളതാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത് കണ്ടു. ഇരയുടെ പേര് പറഞ്ഞോ, മുഖം വ്യക്തമാക്കിയോ, മോശപ്പെട്ട വാക്ക് ഉപയോഗിച്ചോ, ഇതിനൊന്നിനും ഉത്തരമുണ്ടായിരുന്നില്ല. മീ ടു മൂവ്മെന്റ് വന്നപ്പോൾ ചന്നം പിന്നം പേരുകൾ പറയുന്ന രീതിയായിരുന്നു. അതിൽ എത്ര എണ്ണം വ്യാജമായിരുന്നു എന്നതും അതിലെല്ലാം രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ സ്വരമാണ് ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നതെന്നും നാളെ ഇവിടെ മെൻസ് കമ്മീഷൻ ആവശ്യമുണ്ട് എന്ന് പറയാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് എന്നുമായിരുന്നു ഇന്ന് മലയാളി വാർത്തയോട് ഇവർ പ്രതികരിച്ചത്. എന്തായാലും തന്റെ ഭർത്താവ് എടുത്തിരിക്കുന്ന തീരുമാനം അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ദീപയ്ക്കെതിരെയും ചില ആക്ഷനുകൾ ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്നടക്കം ഉണ്ടാകുമോ എന്നുള്ള സംശയങ്ങളും ആശങ്കകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയെ. കാരണം തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സജീവമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം കുറ്റക്കാരനാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സജീവമായി രംഗത്തുള്ള ഒരാളായിരുന്നു രാഹുൽ ഈശ്വർ. ഇതിനിടയിലാണ് നിർണായകമായിട്ടുള്ള ചില തെളിവുകൾ രാഹുൽ ഈശ്വർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടി നൽകിയിട്ടുള്ള പരാതി, അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അറസ്റ്റ് പോലും ഉണ്ടായിട്ടുള്ളത്. 14 ദിവസം ജയിലിൽ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പിന്നീട് ഈ കേസ് തെളിയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഈ ഒരു 14 ദിവസത്തെ ജയിൽവാസം രാഹുൽ ഈശ്വറിന് ആവശ്യമായിരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും കോടതിയുടെ നിരീക്ഷണ പ്രകാരം ഒരു തരത്തിലും ഇപ്പോൾ കോടതിയുടെ അണ്ടറിലുള്ള ഒരു കേസ് ഇത്തരത്തിൽ പരിശോധിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവരെ വ്യക്തിഹത്യ ചെയ്തു എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രവണത ഇനി ആർക്കും ഉണ്ടാകരുത്. ഇതിനു മുമ്പ് രാഹുൽ ഈശ്വർ നടത്തിയിട്ടുള്ള വ്യക്തിഹത്യകൾ അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ നടത്തിയിട്ടുള്ള സ്ത്രീ പരാമർശങ്ങൾ ഇതിനെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിന് 14 ദിവസത്തെ ജയിൽ കസ്റ്റഡി എന്നുള്ളത് കോടതി തീരുമാനിച്ചത്. എന്തായാലും കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ടുള്ള നിയമ പോരാട്ടം അത് തന്നെയാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് രാഹുൽ ഈശ്വറിന്റെ ബന്ധുക്കൾ പ്രതികരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തമിഴ്നാട് കർണാടക അതിർത്തിയിലെ ബാംഗ്ലൂരുവിലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പോലീസിന് ലഭിച്ചതായിട്ടുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. പോലീസ് എത്തുന്നതിന് തൊട്ടു മുമ്പ് രാഹുൽ കർണാടകയിലേക്ക് കടന്നു എന്നും പോലീസിന് സൂചന ലഭിച്ചതായാണ് വിവരം. ബുധനാഴ്ചയാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്നത്. പാലക്കാട് നിന്ന് ചുവന്ന പോളോ കാറിലാണ് രാഹുൽ രക്ഷപ്പെട്ടതെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. എന്നാൽ എവിടേക്കാണ് രാഹുൽ കടന്നത് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഹൊസൂരിന് സമീപത്തുള്ള ബാംഗ്ലൂരുവിലെ രാഹുലിന്റെ ഒളിയിടം പോലീസ് കണ്ടെത്തിയത്. ഉടൻ കോയമ്പത്തൂരിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘം ബാംഗ്ലൂരുവിലേക്ക് തിരിക്കുകയായിരുന്നു. എന്നാൽ പോലീസ് എത്തുന്നതിന് തൊട്ടു മുമ്പ് രാഹുൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് വിവരം. കർണാടകയിലേക്ക് കടന്നതായാണ് സൂചനകൾ പുറത്തുവരുന്നത്. അന്വേഷണ സംഘം എത്തുമ്പോൾ ഒളിയിടത്തിൽ രാഹുൽ മങ്കൂടത്തിൽ എത്തിയ കാർ ഉണ്ടായിരുന്നുവെന്നും ഇതിലെ ഡ്രൈവർ അന്വേഷണ സംഘത്തെ കണ്ടതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നും അന്വേഷണ സംഘം പുറത്തുവിടുന്നു. ഇയാളെ കണ്ടെത്താനായി അന്വേഷണ സംഘം പരിശോധന നടത്തി വരികയാണെന്നാണ് വിവരം. കാർ കേന്ദ്രീകരിച്ചും പരിശോധനകൾ നടത്തുന്നുണ്ട്. ഒളിയിടത്തിൽ നിന്ന് മറ്റൊരു കാറിൽ രാഹുൽ കർണാടകയിലേക്ക് കടന്നിരിക്കാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതുമായി ബന്ധപ്പെട്ട യുവനടിയെ കൂടെ ചോദ്യം ചെയ്യാനിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇതോടൊപ്പം തന്നെ പുറത്തുവിടുന്നുണ്ട്. രാഹുൽ മുങ്ങിയത് ചുവന്ന നിറത്തിലുള്ള ഫോക്സ് വാഗൺ പോളോ കാറിലാണ് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വ്യക്തമായിരുന്നു. ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നടിക്ക് നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം എന്നാണ് വിവരം. നടിയുമായി രാഹുലിന് അടുത്ത ബന്ധമുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പോലീസിൽ നടിയെ ഇതിനകം തന്നെ ഫോണിൽ ബന്ധപ്പെട്ടതായിട്ടുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു വശത്ത് തിരഞ്ഞുകൊണ്ടിരിക്കുകയെ മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ച രാഹുൽ ഈശ്വർ നിരാഹാര സമരം തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്തായാലും ഈ ഒരു വിഷയം ഇനി തെളിയിക്കപ്പെടേണ്ടത് പൊതുജനങ്ങളുടെ കൂടെ ഒരു ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നിർണായകമായിട്ടുള്ള ഒരു കേസായിട്ട് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വിവരം.